നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളം ഒന്നിനു മുന്നിലും തല കുനിക്കില്ല എന്നതിന്റെ ദൃശ്യ സാക്ഷാത്കാരമാണ് എന്റെ കേരളം പ്രദർശനമേളയെന്ന് മന്ത്രി കെ രാജൻ. കേരളത്തെ പുറകോട്ടടിക്കുവാനുള്ള ശ്രമങ്ങളെ എല്ലാവരും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സ്വീകരണം നൽകി. തെക്കുംകര പഞ്ചായത്ത് 5-6 വാർഡുകൾ മണലിത്തറ വായനശാലയിൽ ലഹരി വിമുക്ത ക്യാമ്പയിൻ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ശക്തികൾ കേരളത്തെ പുറകോട്ടടിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളീയ സമൂഹത്തിന് പുരോഗമന കാഴ്ചപ്പാട് ഉണ്ടാക്കിയതിൽ എല്ലാവർക്കും പങ്കുണ്ട്. കേരളത്തെ പുറകോട്ടടിക്കുവാനുള്ള ശ്രമങ്ങളെ എല്ലാവരും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശൂരിൽ കേരളത്തിലെ പ്രമുഖരായ സാംസ്കാരിക പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതേതരത്വം, പുരോഗമന ചിന്ത, ശാസ്ത്ര ആഭിമുഖ്യം തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാം കേരളം രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ പ്രമുഖരായ സാംസ്കാരിക പ്രവർത്തകരോട് സംവദിക്കുന്ന പരസ്പരം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിലാണ് സാംസ്കാരിക പ്രവർത്തകരുമായി മുഖ്യമന്ത്രി സംസാരിച്ചത്. മതനിരപേക്ഷതയുടെ നിലയിടമായി കേരളം മാറി. കേരളത്തിലെ വലതുപക്ഷക്കാരനും ഇടതുപക്ഷ സ്വാധീനമുണ്ട്. കേരളീയ സമൂഹത്തിൽ പുരോഗമന കാഴ്ചപ്പാട് ഉണ്ടാക്കിയതിൽ എല്ലാ വിഭാഗത്തിലുമുള്ളവർക്കും പങ്കുണ്ട്. എന്നാൽ സമീപകാലത്ത് ഇരുണ്ട ശക്തികൾ കേരളത്തിലെ പുരോഗമന കാഴ്ചപ്പാടുകളെ പിന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമം നടത്തുന്നു. ഇത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നതാണ് നമ്മൾ പുനഃപരിശോധിക്കേണ്ടത്. തിരിച്ചറിഞ്ഞ് ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരളം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഭേദചിന്തയില്ലാത്ത ജനതയെ വാർത്തെടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഫാസിസം നടപ്പാക്കുവാൻ ശ്രമിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഉയരുന്നത് കേരളത്തിൽ നിന്നാണ്. ജനാധിപത്യം, മതേതരത്വം തുടങ്ങിയ ആശയങ്ങളെല്ലാം സംരക്ഷിക്കുവാൻ നിലകൊള്ളുന്നത് ഇടതുപക്ഷമാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കുവാനാണ് ചിലർ ശ്രമിക്കുന്നത്. ഇത് അനുവദിക്കാനാവില്ല. വർഗീയതയും മതവാദവും കേരളത്തിൽ വളരുവാൻ അനുവദിക്കരുതെന്നും പിണറായി വിജയൻ പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, കടന്നപ്പള്ളി രാമചന്ദ്രൻ, തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ, തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ, വൈസ് പ്രസിഡന്റ് അശോകൻ ചിരുവിൽ, സെക്രട്ടറി CP അബൂബക്കർ, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവന്നൂർ മുരളി മോഡറേറ്ററായിരുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉയർന്നു വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന് സഹായകമാകുമാറ് വളരെ ചുരുങ്ങിയ തോതിലുള്ള ഒരു ആമുഖ ഭാഷണം നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ രാജ്യത്തെ സാഹചര്യത്തിൽ മതനിരപേക്ഷതയുടെ വിളനിലമായി കേരളം തുടരുന്നു എന്നുള്ളത്. നല്ല ശ്രമം കഴിഞ്ഞ കാലത്ത് നടത്തിയതിൻ്റെ ഫലമായിട്ടാണ്
ഇത്തരമൊരവസ്ഥ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. മാനവിക മൂല്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമൂഹം വാർത്തെടുക്കാൻ നവോത്ഥാന കാലം മുതൽക്ക് നടത്തിയ ശ്രമങ്ങൾ അതിന് ഫലപ്രദമായ തുടർച്ച കേരളത്തിലുണ്ടായപ്പോൾ കേരളം ഒന്നിനു മുന്നിലും തല കുനിക്കില്ല എന്നതിന്റെ ദൃശ്യ സാക്ഷാത്കാരമാണ് എന്റെ കേരളം പ്രദർശനമേളയെന്ന് മന്ത്രി കെ രാജൻ. എന്റെ കേരളം പ്രദർശന വിപണനമേള മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളം ഒന്നിനു മുന്നിലും തല കുനിക്കില്ല എന്നതിന്റെ ദൃശ്യ സാക്ഷാത്കാരമാണ് എന്റെ കേരളം പ്രദർശനമേളയെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് 18 മുതൽ 24 വരെ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആധുനിക കാലത്ത് അത്ഭുതപ്പെടുത്തുന്ന നിരവധി കേരള മോഡലുകൾ കഴിഞ്ഞ 9 വർഷത്തിൽ സാധ്യമാക്കി എന്ന അനുഭവത്തിന്റെ കരുത്തോടെയാണ് പിണറായി സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 1600 രൂപയായി വർദ്ധിപ്പിച്ചു. എല്ലാ മാസവും 60 കഴിഞ്ഞ 62 ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് അഭിമാനത്തോടെ ക്ഷേമ പെൻഷൻ എത്തിക്കുവാൻ സാധിച്ചു. 2021 പ്രകടന പത്രികയിൽ സാമൂഹിക പെൻഷൻ ഉയർത്തുവാൻ നിശ്ചയിച്ചിരുന്ന യാത്ര തന്നെ ഉയർത്തി. കൊറോണ കാലത്ത് ഒരു ജന്തുജീവജാലങ്ങൾ പോലും പട്ടിണി കിടക്കില്ലെന്ന് ഉറപ്പാക്കിയ സർക്കാരാണ് നമ്മുടേത്. നവംബർ 1 കഴിഞ്ഞാൽ അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മാറുന്ന നാടിന്റെ പേരാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം തുടങ്ങിയവയിലും വിഴിഞ്ഞം വാട്ടർ മെട്രോ, ദേശീയ സംസ്ഥാന പാത, വ്യവസായ സൗഹൃദ നിക്ഷേപം തുടങ്ങിയ മേഖലകളിലടക്കം സമഗ്ര വികസനം കേരളം സാധ്യമാക്കി. ഏഷ്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ മൃഗശാലയായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് നാടിന് സമർപ്പിക്കും. 3ാമത്തെ സ്പോർട്സ് ഡിവിഷനായി അന്താരാഷ്ട്ര നിലവിലുള്ള പ്രത്യേകതകളോടുകൂടി കുന്നംകുളത്തെ സ്പോർട്സ് സ്റ്റേഡിയം മാറാൻ പോകുന്നു. തൃശൂരിലെ മെഡിക്കൽ കോളേജ് കേന്ദ്രമാക്കി 100 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയിൽ നിന്നും ഉൾപ്പെടുത്തി. ജില്ലയിലെ റോഡുകളിലും മറ്റു മേഖലയിലും നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കടക്കം അത്ഭുതകരമായ മാറ്റത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. 1 രൂപ പോലും തരാതെ കേന്ദ്രം ബുദ്ധിമുട്ടിക്കുവാൻ ശ്രമിച്ചാലും അവസാനത്തെ ചൂരൽമലയിലെ നിവാസിക്കും വീട് വെച്ച് നൽകാതെ സംസ്ഥാന സർക്കാർ ചുരം വിട്ട് ഇറങ്ങില്ല എന്നും മന്ത്രി പറഞ്ഞു. 20 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കേരളം എന്നതിന്റെ രൂപമാണ് മെയ് 24 വരെയുള്ള മേളയിൽ കാണാൻ പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. 4 ലക്ഷം പട്ടയങ്ങളാണ് കഴിഞ്ഞ 9 വർഷത്തിനിടെ വിതരണം ചെയ്തത്. 5 ലക്ഷം കുടുംബങ്ങൾക്ക് ലൈഫ് പാർപ്പിട പദ്ധതി വഴി വീടെന്ന സ്വപ്നം പൂർത്തീകരിച്ചു. 4.25 ലക്ഷം വീടുകൾ ഇതിനോടകം കൈമാറി. 87,000 കോടിയുടെ വികസനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പ്രദർശനമേളയോടനുബന്ധിച്ച് നടത്തിയ ഘോഷയാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും മന്ത്രി നന്ദി പറഞ്ഞു. സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് ജനതകൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് മേള ക്രമീകരിച്ചിരിക്കുന്നത്. ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ LED വാളുകളിൽ പ്രദർശനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ 151 തീം സ്റ്റാളുകളും 38 കമേഴ്ഷ്യൽ സ്റ്റാളുകളും ഉൾപ്പെടെ ശീതീകരിച്ച 189 സ്റ്റാളുകളിൽ സർക്കാർ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാണ്. ഭക്ഷ്യ കാർഷിക മേള, കലാ സാംസ്കാരിക പരിപാടികൾ, സെമിനാർ, സിനിമാ പ്രദർശനം എന്നിവ മേളയുടെ ഭാഗമായുണ്ട്. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയായിരിക്കും പ്രദർശന സമയം. പ്രവേശനം സൗജന്യമാണ്. MLA-മാരായ AC മൊയ്തീൻ, മുരളി പെരുന്നെല്ലി, ET ഡൈസൺ, UR പ്രദീപ്, NK അക്ബർ, KK രാമചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, മുനിസിപ്പൽ ചെയർമാൻ ചേംബർ പ്രസിഡന്റ് M കൃഷ്ണദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് KV നഫീസ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് S ബസന്തലാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി TV സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി KR രവി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PK വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്തു.
കാത്തിരുന്ന 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ലൈഫ് പാർപ്പിട പദ്ധതിയിലൂടെ വീട് എന്ന സങ്കല്പം പൂവണിയുന്നത്. 4.25 ലക്ഷം വീടുകളാണ് ഇതിനകം പണിതീർത്ത് കൈമാറ്റം ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവ നിർമ്മാണത്തിൻ്റെ അന്തിമ ഘട്ടത്തിലാണ്. വിശപ്പുരഹിത കേരളം, അതിദാരിദ്ര്യ വിമുക്ത കേരളം, ഇതെല്ലാം നാം സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ചുരുങ്ങിയ അളവിൽ ദാരിദ്ര്യം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. 0.71% മാത്രമാണ് കേരളത്തിൽ അതിദാരിദ്ര്യ കുടുംബങ്ങളുള്ളത്. ആ കുടുംബങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി ആവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആ കുടുംബങ്ങൾക്ക് സംഘടിപ്പിച്ച് നൽകിക്കൊണ്ട് അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തരാക്കുന്ന പ്രക്രിയയ്ക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പഠന നിലവാരം ഏവരും ഉറ്റുനോക്കുന്ന വിധത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് മാതൃകാപരമായ നേട്ടമാണ് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ നാം ആർജിച്ചിട്ടുള്ളത്. അതിൻ്റെ സ്വാഭാവിക തുടർച്ച എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നാമത് പരിഗണന കൊടുക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി പരിവർത്തനം ചെയ്തെടുക്കുന്ന പ്രക്രിയയുടെ പതാകവാഹകരായി മുന്നിൽ നടക്കേണ്ടുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, സർവകലാശാലകളെ, കലാലയങ്ങളെ എല്ലാം തന്നെ വലിയ രീതിയിൽ ശാക്തീകരിച്ചുകൊണ്ട് ദേശീയവും അന്തർദേശീയവുമായ ഗുണനിലവാര പരിശോധനകളിലെല്ലാം മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ പാകത്തിൽ അവയെ സജ്ജമാക്കിയിരിക്കുന്നു എന്നുള്ളതും അഭിമാനകരമായ ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കുകയാണ്. തീർച്ചയായും വിദേശത്തിരുന്നു കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ കവിത ചൊല്ലുന്ന ഒരു നാടായി എങ്ങനെ ഈ കേരളം മാറി? ഞങ്ങൾ മന്ത്രിമാർ, MLA-മാർ ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ പള്ളിക്കൂടങ്ങളിലെ പുതിയ മുറികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒന്നുകൂടിയും 5ാം ക്ലാസ്സിൽ പോയിരുന്നു പഠിച്ചാലോ എന്ന് കൊതി തോന്നും വിധം നമ്മുടെ സ്കൂളുകൾ മാറിയില്ലേ? ആ മാറ്റത്തിലേക്ക് നമ്മൾ നടന്നുപോയ കാലം ഏതാണ്? വസൂരിപ്പെരകളുണ്ടായിരുന്ന നാടാണ് ഈ കേരളം. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ 100 വയസ്സ് പിന്നിട്ട VS-ന്റെ ഒരു ഓർമ്മക്കുറിപ്പ് നമ്മൾ വായിച്ചു. കുഞ്ഞായിരിക്കുന്ന കാലത്ത് അച്ഛൻ്റെ കയ്യിൽ ഞാൻ തൻ്റെ അമ്മയെ അവസാനമായൊരു നോക്ക് കാണാൻ പോയ ഒരു ദിവസത്തെ കുറിച്ചു. വസൂരി പിടിച്ചു കിടക്കുന്ന VS-ന്റെ അമ്മയെ അവസാനം VS-ഉം VS-ന്റെ ജ്യേഷ്ഠനും നേരിൽ കണ്ടത് ഓലമറ ഒന്ന് വലുതാക്കി പൊക്കിയപ്പോൾ കണ്ട ഒറ്റ കണ്ണിന്റെ അടയാളപ്പെടുത്തലൂടെയായിരുന്നു. വസൂരിപ്പരയിൽ പോയാൽ പിന്നെ അമ്മയെ തിരിച്ചു കിട്ടില്ല. ഒരുപക്ഷേ മരണമെത്തുന്നതിന് മുമ്പ് അർദ്ധബോധാവസ്ഥയിൽ എത്തിച്ചേരുന്നവൻ പായിൽ പൊതിഞ്ഞു കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞാൽ പിതൃതർപ്പണം നടത്താൻ അമ്മ മരിച്ച സമയം പോലും കുറിച്ചെടുക്കാൻ പറ്റാത്ത വിധം വസൂരിപ്പരകളുണ്ടായിരുന്ന ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള മാറ്റത്തിലേക്ക് പോയത് കേരളത്തിലെ ഗവൺമെന്റിന്റെ വികസനത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ബിന്ദു ടീച്ചർ വിശദീകരിച്ചു. 4,84,000 ലൈഫ് വീടുകൾ. 5 ലക്ഷമാകും ഈ ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ്. 4,958 കുടുംബങ്ങൾക്ക് പുതിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം. 5 ലക്ഷം തികയും ഈ ഗവൺമെന്റ് മാറുന്നതിന് മുമ്പ്. ഞാൻ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത നിരവധി കുട്ടികളുണ്ടല്ല. 9 വയസ്സ് പൂർത്തിയായ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പവർ കട്ട് എന്നാൽ എന്താണെന്ന് അറിയാൻ കഴിയാത്ത വിധം 9 വർഷക്കാലം പവർ കട്ടില്ലാത്ത ഒരു നാടിൻ്റെയിലുണ്ടായിരുന്നു. ആ നാടിന്റെ പേരാണ് കേരളം എന്ന അഭിമാനത്തോടെ നമ്മുടെ നാടിന് വിളിച്ചു പറയാൻ ഈ ഘട്ടത്തിൽ സാധ്യമാകില്ലേ? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുതിയ കോഴ്സുകൾക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് പോകാൻ വേണ്ടില്ലാത്ത വിധം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല, കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റത്തിന്റെ കാലത്തിലേക്ക് കടന്നുപോയത് ഇപ്പോഴല്ലേ? വിഴിഞ്ഞത്ത് തുറമുഖമുണ്ടായി. എറണാകുളത്ത്
ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വാട്ടർ മെട്രോ ഉണ്ടായി. നമ്മുടെ റോഡുകൾ ആധുനിക വിധത്തിലേക്ക് മാറി. പാലങ്ങൾക്ക് പുതിയ നിറങ്ങളും രൂപങ്ങളും വന്നു. ടൂറിസം രംഗത്ത് പുതിയ സാധ്യതകൾ ഉണ്ടായി. ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും നല്ല വ്യവസായ നിക്ഷേപ സംസ്ഥാനമായി കേരളം മാറി. അതിദരിദ്രരെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റുന്നത് മുതൽ സാമൂഹിക ക്ഷേമ പെൻഷൻ എല്ലാ പാവപ്പെട്ടവർക്കും ഉറപ്പിച്ചു നൽകുന്നതടക്കം വിഴിഞ്ഞത്തേക്ക് എത്തി നിൽക്കുന്ന കേരളത്തിന്റെ വികസന സംസ്കാരം 20 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കേരളം എന്ന് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള മാറ്റങ്ങളിലേക്ക് വഴിവെച്ചു. പരസ്പരം കൂടിക്കാഴ്ച സംഗമത്തിൽ സംസ്ഥാനത്തെ കലാകാരന്മാരെ ആദരിച്ച് സർക്കാർ. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 15 കലാകാരന്മാരെയാണ് മുഖ്യമന്ത്രി ആദരിച്ചത്. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി തൃശൂരിൽ ലുലു കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച കലാസാഹിത്യ പ്രതിഭകളോട് സംവദിക്കുന്ന പരസ്പരം പരിപാടിയിലാണ് സംസ്ഥാനത്തെ 15 കലാകാരന്മാരെ മുഖ്യമന്ത്രി ആദരിച്ചത്. യഥാസ്ഥിതിക്കെതിരെ പോരാടി നാടക കലാരംഗത്ത് വന്ന നിലമ്പൂർ ആയിഷ, വിപ്ലവ ഗായിക PK മേദിനി, കലാമണ്ഡലം ക്ഷേമാവതി, സംഗീത സംവിധായകൻ വിദ്യാധരൻ, എഴുത്തുകാരൻ TD രാമകൃഷ്ണൻ, കൊച്ചി ബിനാലെ സൃഷ്ടാവ് ബോസ് കൃഷ്ണമാചാര്യ, ശില്പി NN റിൻസൺ, ജെമിനി സർക്കസ് മുതൽ സർക്കസ് കലാജീവിതം ആരംഭിച്ച സർക്കസ് ചന്ദ്രൻ, തുടരും സിനിമയുടെ സംവിധായകൻ തരുണൂർത്തി, ട്രാൻസ്ജെൻഡർ ശ്രുതി സുൽത്താര, കാരുണ്യ പ്രവർത്തക ഡോക്ടർ ഭാനുമതി, ഭിന്നശേഷി പ്രതിഭ കൺമണി, മാലതി ബാലൻ, നടൻ അംബാനി ശരത്, കോൽക്കളി കലാകാരൻ TP നാണു എന്നിവരെയാണ് സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി ആദരിച്ചത്. ശില്പവും പൊന്നാടയും കലാകാരന്മാർ മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. 16 കലാകാരന്മാരെ ആദരിക്കുവാനാണ് തീരുമാനമുണ്ടായിരുന്നത്. ഇതിൽ രജനി KSന് എത്താനായില്ല. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു തുടങ്ങി നിരവധി പേർ സദസ്സിൽ ഉണ്ടായിരുന്നു. എന്റെ കേരളം നാടുണർത്തി വിളംബര ഘോഷയാത്ര. തൃശൂർ നഗരത്തെ ആവേശത്തിമർപ്പിൽ ആറാടിച്ച് എന്റെ കേരളം മെഗാ പ്രദർശന വിപണനമേളയുടെ സാംസ്കാരിക ഘോഷയാത്ര. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മേളയുടെ പ്രചരണാർത്ഥം നടന്ന ഘോഷയാത്രയിൽ 15,000-ഓളം പേർ പങ്കെടുത്തു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും ബ്ലോക്കുകളും ഘോഷയാത്രയുടെ ഭാഗമായി. വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുമുള്ള ജീവനക്കാർ വിവിധ നിശ്ചല ദൃശ്യങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയിൽ പങ്കെടുത്തു. വൈകിട്ട് 4:30 നായ്ക്കനാലിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിലാണ് അവസാനിച്ചത്. വാദ്യമേളങ്ങളോടെ ആരംഭിച്ച ഘോഷയാത്രയിൽ മുത്തുകുട, വട്ടമുടിയാട്ടം, തിറയും പൂതനും, നാടൻ കലാരൂപങ്ങളും നൃത്തരൂപങ്ങൾ, കളരിപ്പയറ്റ്, വർണ്ണ ബലൂണുകൾ, നാസിക് ദോൽ, ശിങ്കാരിമേളം, കൽപ്പ ഏന്തിയ കർഷകർ എന്നിവ ഘോഷയാത്രയുടെ പ്രൗഢിക്ക് മാറ്റുകൂട്ടി. ജില്ലാ കുടുംബശ്രീ മിഷന്റെ ധീരം കരേട്ടെ സംഘം, രംഗശ്രീ നാടക സംഘം, മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമവണ്ടി, ഫ്ലാഷ് മോപ്പ് എന്നിവ ശ്രദ്ധേയമായി. മന്ത്രിമാരായ K രാജൻ, R ബിന്ദു, MLAമാരായ AC മൊയ്തീൻ, ET ടൈസൺ മാസ്റ്റർ, സേവ്യർ ചുറ്റിലപ്പള്ളി, മുരളി പെരുന്നെല്ലി, UR പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ തുടങ്ങിയവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു.
വടക്കുനാഥിന്റെ മണ്ണിൽ കലാമണ്ഡലത്തിന്റെ നൃത്തവിസ്മയം. എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ 1ാം ദിനത്തിൽ കേരളീയ സംസ്കാരത്തിന്റെ തനിമ വിളിച്ചോതുന്ന എന്റെ കേരളം നൃത്തശില്പത്തോടെ കലാകേളിക്ക് അരങ്ങുണർന്നു. കൂടിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പൊടി, മോഹിനിയാട്ടം, കഥകളി, തുള്ളൽ തുടങ്ങിയ നൃത്തരൂപങ്ങളും ആയോധനകലയായ കളരിയും ഒരുമിച്ച് അണിനിരത്തിയാണ് കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിനികൾ എന്റെ കേരളം നൃത്തശില്പം അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ഭൂപ്രകൃതി, സംസ്കാരം, ഭാഷ എന്നിവ ഇഴചേർത്തുള്ള നൃത്തശില്പം പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചു. നൃത്തത്തിലെ വള്ളത്തോൾ, ഇരയിമൻ തമ്പി, സ്വാതി തിരുനാൾ, തുഞ്ചത്തെഴുത്തച്ഛൻ തുടങ്ങിയവരെക്കുറിച്ചുള്ള പരാമർശവും ആകർഷകമായി. കേരള കലാമണ്ഡലത്തിലെ 18 വിദ്യാർത്ഥിനികളാണ് അരങ്ങിലെത്തിയത്. മലരണിയും മൃദുമോഹങ്ങൾ അക്ഷരമണിയും കാവ്യങ്ങൾ അർത്ഥതലങ്ങളെ ഔന്നത്യം
മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തൻ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സ്വീകരണം നൽകി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സഫിയ നിഷാന്ത് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റ് MU മുത്തു ആമുഖ പ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് നേതാക്കളായ സുശീല രാജൻ, ഫിലോമിന ജോസ്, ഓമന ജോസ്, ആനി ജോർജ്, റംലത്ത് KH, രാധാകൃഷ്ണൻ വട്ടങ്കല്ലെ, ഓമന ജോണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് ഒല്ലുക്കര മഹിളാ കോൺഗ്രസ് കമ്മിറ്റി കാളത്തോട് സെന്ററിൽ സ്വീകരണം നൽകി. ഒല്ലുക്കര മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സഫിയ ജമാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ MLA ശ്രീ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ, DCC പ്രസിഡന്റ് IP പോൾ, ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി, ഒല്ലുക്കര മണ്ഡലം പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നിർമ്മല, വൈസ് പ്രസിഡന്റ് ബിന്ദു കുമാരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബഷീർ അഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സണ്ണി വാഴപ്പിള്ളി, ജിജോ ജോർജ്, തിമത്തി വടക്കൻ, ജയദേവൻ രഘുനന്ദൻ, രാജേഷ് തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട മതേതരത്തിന്റെ കേളികൊട്ടായ തൃശൂർ ടൗണിൽ നമ്മുടെ ജാഥ കടന്നു വരുന്നു. എന്തിനു വേണ്ടിയാണ് ഈ ജാഥ? ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രിയങ്കരിയായ നമ്മുടെ സബിയാത്ത ഇവിടെ പറയുകയുണ്ടായി, ജ്വലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലെനി നാം തെല്ലും, വിരൽ ചൂണ്ടാം കരുത്തോടെ. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ജെബി മേത്തർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യമാണ്. മഹിളാ കോൺഗ്രസ് കേരളത്തിന്റെ രാഷ്ട്രീയ നവമണ്ഡലത്തിലേക്ക്
ഉയർത്തിക്കാണിച്ച ദീനോദാത്തമായ ഒരു മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യത്തിന് കാലികമായി വലിയ പ്രാധാന്യമുണ്ട്. രാഷ്ട്രീയമായി കേന്ദ്രം ഭരിക്കുന്ന മോദിയെയും രാഷ്ട്രീയമായി പാപ്പരായ കേരളത്തെ നയിക്കുന്ന പിണറായിയെയും ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് അടിച്ചോടിക്കാനുള്ള ഒരു വിപ്ലവകരമായ മാറ്റത്തിനുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ടാണ് ഈ ജാഥ ഈ ജില്ലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമുക്കേറെ സന്തോഷത്തോടെ ജബി മെത്രയും കൂട്ടുകാരെയും നമ്മൾ സ്വീകരിക്കുന്നു. നിങ്ങൾ തളരാതെ, ഒരു അടി പോലും പതറാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത് തൃശൂർ ജില്ല മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് തരുമെന്ന് ഇവിടെ വെച്ച് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. നിർമ്മല ചേച്ചിയുടെ നേതൃത്വത്തിൽ ഈ ജില്ലയിൽ മഹിളാ കോൺഗ്രസ് ഒരു വലിയ സൈന്യ വ്യൂഹമായി മുന്നിലെ കാലാൾ പടയായി നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി നടത്തുന്ന ഏറ്റവും ഗൗരവപൂർണമായ വൃത്തികേടുകളെ ജനമധ്യത്തിൽ തുറന്നു കാണിക്കാൻ 2 ഘട്ടമായി കേരളത്തിൽ ഭരണത്തിലേറി പിണറായി വിജയൻ. ആദ്യം ഒരു ചക്ക വീണപ്പോൾ മുയൽ ചത്തതുപോലെ ആദ്യത്തെ ഭരണം അവർക്ക് കിട്ടി. ആ ഭരണം കിട്ടിയ 5 വർഷക്കാലം ഈ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതെന്താണ്? ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാക്കാമെന്ന്. അവർ വന്നു. എന്താണ് ശരിയാക്കിയത്? ഇവിടുത്തെ പാവപ്പെട്ടവന്റെ വിശപ്പടക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു പൊതുപരിപാടി നടപ്പിലാക്കാൻ പ്രിയപ്പെട്ട പിണറായിക്ക് അന്ന് കഴിഞ്ഞു. ലൂർദ് ഫൊറോന കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി വാർഷികം ഫൊറോന ഹാളിൽ ഫാദർ ജോസ് വല്ലൂരാൻ ഉദ്ഘാടനം ചെയ്തു. AD ഷാജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CK സിബിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അധ്യക്ഷ പ്രസംഗം ഫാദർ ജോൺസൺ അന്തിക്കാട് നിർവഹിച്ചു. ആശംസാ പ്രസംഗം ഷിൻഡോ മാത്യു നടത്തി. കൺവീനർമാരെ ആദരിക്കൽ ജെയ്സൺ മാണി നിർവഹിച്ചു. യൂണിറ്റുകൾക്കുള്ള സമ്മാനദാനത്തിന് ശേഷം വിൻസെന്റ് നെല്ലിശ്ശേരി നന്ദി പറഞ്ഞു. തുടർന്ന് സ്നേഹവിരുന്നുണ്ടായി. മാതൃക കുടുംബ കൂട്ടായ്മകളായി തെരഞ്ഞെടുത്തത് 3 ലൂർദിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ലൂർദ് ഫൊറോനയെന്നെ തോന്നുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേറെ പള്ളികളിൽ നിന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ടാണ് മാത്രം അടുത്ത വർഷങ്ങളിൽ നമുക്ക് കൂടി പഠിക്കുക. എന്തായാലും 3 വർഷത്തെ നമ്മുടെ സേവന കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. ജൂലൈ മാസങ്ങളിൽ നമ്മൾ പുതുതായിട്ട് ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. അപ്പോൾ വീണ്ടും നമ്മളൊക്കെ തന്നെയായിരിക്കും അതിൻ്റെ ഭാരവാഹികളെന്ന് കരുതുകയാണ്. സാധാരണ അങ്ങനെ തന്നെയാണല്ലോ. താല്പര്യമുള്ളവർ വളരെ സന്തോഷത്തോടു കൂടെ മുന്നോട്ട് വരും. ഞാനിവിടെ ലൂർദ് ഫൊറോനയിലെ ഇടവകയിലെ ഒരു യൂണിറ്റുള്ളപ്പോൾ 22 ഡോക്ടർമാരുടെ കുടുംബ കൂട്ടായ്മയിൽ തെക്കുംകര പഞ്ചായത്ത് വാർഡ് 5, 6 സംയുക്തമായി നടത്തുന്ന ലഹരി വിമുക്ത ക്യാമ്പയിൻ മണലിത്തറ വായനശാലയിൽ വെച്ച് വാർഡംഗം AR കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം PT മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജാഗ്രതാ സമിതി പഞ്ചായത്ത് കോർഡിനേറ്റർ സുകന്യ, അങ്കണവാടി ടീച്ചർ റംല, ആശാ വർക്കേഴ്സ് പ്രിയ, സുനിൽ, അജിത, JPHN പ്രീജ, JHI ചിപ്പി, അങ്കണവാടി ടീച്ചർ പ്രേമലത, ഹെൽത്ത് ഓഫീസർ റാം പാണ്ഡെ തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടുപേരും പോർവിളി കൂട്ടുന്ന ഒരു യുദ്ധമുഖം മാതിരിയാണ് വരുന്നത്. എൻ്റെ മകനെ അവൻ തല്ലി. അപ്പോൾ കുട്ടികൾ തമ്മിൽ ചെറുതായൊരു വഴക്ക് നടക്കുന്നത് അത് കുടുംബ വഴക്ക്, രാഷ്ട്രീയ വഴക്ക്, സാമുദായിക വഴക്ക് എന്ന് പറഞ്ഞതുപോലെ ആ കുട്ടികളിലേക്ക് വിഷം കുത്തിവെക്കുന്നത് പോലെയാണ്. കാരണം ആ കുട്ടികൾക്ക് എനിക്ക് സംരക്ഷിക്കാൻ ആളുണ്ട്. പക്ഷേ ആ അധ്യാപകർ പറഞ്ഞു തീർത്ത് ശരിയാണെന്ന് അല്ലെങ്കിൽ ശരിയായ രീതിയിലാണെന്ന് ആ കുട്ടികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയാൽ ഒരു പക്ഷേ ആ കുട്ടികൾക്ക് ഒരു മനസ്സിൽ ഒരു കുറ്റബോധം തോന്നാം. ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെയാണ്. ഒരു കൂട്ടുകൂടുന്ന ഞങ്ങളൊരു ജാഗ്രതാ സമിതി കിഴക്കേക്കരയിൽ കൂടിയപ്പോൾ, ആ അംഗൻവാടിയിൽ കൂടിയപ്പോൾ ഏറ്റവും കൂടുതൽ അവിടുന്ന് പെൺകുട്ടികളാണ് വന്നിരിക്കുന്നത്. കാരണം അവർക്കത് പറഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടു. നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെ സംരക്ഷിക്കാനും അവർ പോകുമ്പോൾ അവരെ അറിയാവുന്നവർ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കുറ്റങ്ങൾ. ദേശീയപാതയോരത്ത് മാലിന്യം തള്ളൽ. പാണഞ്ചേരി പഞ്ചായത്ത് ജനപ്രതിനിധികൾ ദേശീയപാത ഓഫീസ് ഉപരോധിച്ചു. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയോരത്ത് മാലിന്യം തള്ളുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ ദേശീയപാത അതോറിറ്റിയോടും കരാർ കമ്പനിയോടും പരാതി പറഞ്ഞിട്ടും നടപടി കൈക്കൊള്ളാത്ത സാഹചര്യത്തിലാണ് നടപടി. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധി സംഘമാണ് ദേശീയപാത ഓഫീസ് ഉപരോധിച്ചത്. സുരക്ഷയ്ക്കും മാലിന്യ മുക്തിക്കുമായി ഹൈ റെസല്യൂഷൻ ക്യാമറകൾ
ദേശീയ പാതയോരത്തെ പ്രധാന ഇടങ്ങളിൽ സ്ഥാപിക്കണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടു. അതിനു പുറമെ ഹൈവേ പെട്രോളിംഗ് നടത്തുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത 2 ദിവസത്തിനുള്ളിൽ പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ ദേശീയ പാതയോരത്ത് വന്ന് പരിശോധനകൾ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് ബാബു തോമസ്, സ്ഥിരം സമിതി അധ്യക്ഷൻ ET ജലജൻ, സുബൈദ അബൂബക്കർ, KP ചാക്കോച്ചൻ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംഘത്തിൽ ഉണ്ടായിരുന്നു. മുക്കാട്ടുകര NSS കരയോഗം പടിഞ്ഞാട്ടുമുറി സ്വാശ്രയ സംഘം വനിതാ സമാജം കുടുംബ സംഗമം പ്രസിഡന്റ് സുരേശൻ ഉദ്ഘാടനം ചെയ്തു. 70 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ താലൂക്ക് സെക്രട്ടറി രാജഗോപാൽ ആദരിച്ചു. ദേവരാജൻ കൊച്ചാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. സ്മിത വിജയകുമാർ, ദാശായണി, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ തുടർന്ന് കോൺഗ്രസിൽ ഉടലെടുത്ത പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നു. പാർട്ടിയോട് കൂടിയാലോചിക്കാതെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു എന്നാരോപിച്ച് കഴിഞ്ഞ 15-ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വീരോലിപ്പാടം ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് TV പൗലോസ് പ്രസിഡന്റ് ഡയറക്ടർ സ്ഥാനങ്ങൾ രാജിവെച്ചു. രാജിക്കത്ത് ഇന്നലെ ജില്ലാ ക്ഷീരവികസന ഓഫീസർക്ക് കൈമാറി. കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിലിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ താൻ ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനവും അച്ചടക്ക ലംഘനവും നടത്തിയിട്ടില്ല എന്ന് രാജിവെച്ച ക്ഷീരവികസന സഹകരണ സംഘം പ്രസിഡന്റ് TV പൗലോസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നില്ല. ഔദ്യോഗിക പട്ടികയിലും തന്റെ പേരുണ്ടായിരുന്നില്ല. ജില്ലയിലെ ഏറ്റവും മികച്ച ക്ഷീരസംഘങ്ങളിൽ ഒന്നാണ് വീരോലിപ്പാടത്തേത്. കോൺഗ്രസിന് ഇവിടെ മികച്ച ഭൂരിപക്ഷമുണ്ട്. തനിക്കെതിരെയുള്ള നടപടി വാർത്താമാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞത്. അന്വേഷണ കമ്മീഷനെ നിയമിച്ചതായും അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടതായും അറിയുവാൻ കഴിഞ്ഞു. എന്നാൽ ഇന്നുവരെ കമ്മീഷൻ അംഗങ്ങൾ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല. പാർട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകാതിരിക്കാനാണ് രാജിവെക്കുന്നത്. സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി തുടരുമെന്നും പൗലോസ് പറഞ്ഞു. കഴിഞ്ഞ 45 വർഷമായിട്ട് ഞാൻ ഇവിടെ തെക്കിങ്ങര മണ്ഡലം സജീവ കോൺഗ്രസ് പ്രവർത്തകനായി ആയിരിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ എന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി ഒരു അറിയിപ്പ് കണ്ടു. അതിന് കാരണം പറഞ്ഞിരിക്കുന്നത്, ഞാൻ തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയനുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു നോമിനേഷൻ കൊടുത്തിരുന്നു, അത് പിൻവലിച്ചു എന്നാണ്. കഴിഞ്ഞ തവണ അവിടെ പ്രതിനിധിയായിരുന്ന എന്നെ രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണനോട് ചോദിച്ചപ്പോൾ രാധാകൃഷ്ണൻ മത്സരിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2-3 സംഘം പ്രസിഡന്റുമാരോടൊക്കെ ആലോചിച്ച്, കൂട്ടുകാരോട് ആലോചിച്ചപ്പോൾ അവർ നോമിനേഷൻ കൊടുത്തു. പാർട്ടി പറഞ്ഞിട്ട് ഞാൻ നോമിനേഷൻ കൊടുത്തതല്ല. പാർട്ടി എന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ചായിട്ട് ഒരറിവും എനിക്കില്ല. അപ്പം ഞാൻ ഇത് പിൻവലിക്കേണ്ട അവസാന ദിവസം ഞാൻ നോമിനേഷൻ പിൻവലിച്ചു. അതാണ് ഇപ്പോൾ നോമിനേഷൻ പിൻവലിച്ചത് പാർട്ടി വിരുദ്ധ നടപടിയായി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ പറയുക,
ഇതിൽ ഞാൻ ഈ സംഘം പ്രസിഡൻ്റായിട്ട് 6 വർഷം ആയി. ഞാൻ അവിടെ വരുമ്പോൾ ഒരു സംഘം ഒരു ബില്ല് കൊടുക്കാൻ പോലും കാശില്ലാത്തൊരവസ്ഥയിൽ ഈ നിലയ്ക്ക് എത്തിച്ച് അത്യാവശ്യം നല്ല ലാഭത്തിൽ പോകുന്ന സംഘമാണ്. നമ്മൾ കർഷകരുടെയും ജീവനക്കാരുടെയും എല്ലാ താല്പര്യങ്ങളും സംരക്ഷിച്ച് പോകുന്ന ആളാണ്. അപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് 45 വർഷം കഠിനാധ്വാനം ചെയ്ത് എൻ്റെ വാർഡിൽ 400-നും 500-നും ഇടയ്ക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും അസംബ്ലി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം ഉണ്ടാക്കി. ഞാൻ തന്നെയാണ് ഈ 10-30 വർഷമായിട്ട് മുന്നിൽ നയിക്കുന്നത്. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി സേവനം ചെയ്ത എന്നെ പാർട്ടിയിൽ നിന്ന് യാതൊരു കാരണവും കൂടാതെ പുറത്താക്കി എന്ന് പറഞ്ഞതിന് എനിക്ക് അതിയായ മാനസിക വിഷമമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വാർഡിലെ പ്രവർത്തകരുമായിട്ട് ആലോചിച്ച് ഇപ്പം നിലവിൽ പാർട്ടിയുടെ ഔദാര്യത്തിലിരിക്കുന്ന വീരോലിപ്പാടം ക്ഷീരസംഘം പ്രസിഡന്റ് സാഹവും അതിൻ്റെ ഭരണസമിതി അംഗത്വവും ഇതിനാൽ ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു. എനിക്ക് ഇത്രയും നാളും സർവ്വ പിന്തുണയിൽ തന്ന ഡയറക്ടർമാരും ജീവനക്കാരും അവരോടൊപ്പം എനിക്ക് എന്നും കടപ്പാടും നന്ദിയുണ്ടായി. പൊങ്ങണങ്ങാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ നിന്നും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മറ്റ് ഇടവകകളിൽ ആയിരുന്ന പെൺമക്കൾക്ക് വേണ്ടി പുത്രി സംഗമം സംഘടിപ്പിച്ചു. രാവിലെ 10 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തിയ സൗഹൃദ സമ്മേളനം ഇടവക വികാരി റവറന്റ് ഫാദർ ജോബി ചുള്ളിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ഡീക്കൻ നിതിൻ താഴത്ത്, സിസ്റ്റർ മേരി കൈക്കാരൻ, ജോഷി മാരിപ്പുറത്ത്, പ്രോഗ്രാം കൺവീനർ ജോമോൻ പല്ലൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൈക്കാരന്മാരെ ജോഷി ചെറുമടം, ജോഷി വടക്കൂട്ട്, പ്രകാശ് കുണ്ടുകുളം, ദേവാലയ പുനർനിർമ്മാണ കമ്മിറ്റി കൺവീനർ രാജു മണ്ണൂർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9445225992. വീണ്ടും വാർത്തയിലേക്ക്. കുട്ടനല്ലൂരിൽ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ബൈക്കിലെത്തിയ യുവാവ് 6000 രൂപ കവർന്നു. പുത്തൂർ എരവിമംഗലം സ്വദേശി ആദംകാവിൽ വീട്ടിൽ രാമദാസിന്റെ പണമാണ് നഷ്ടമായത്. കുട്ടനല്ലൂർ ദേശീയപാതയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്നതിനിടെ ബൈക്കിലെത്തിയ യുവാവ് 500 രൂപ സമ്മാനം ലഭിച്ചു എന്ന് പറഞ്ഞ് നമ്പർ തിരുത്തിയ 12 ടിക്കറ്റുകൾ നൽകിയാണ് പണം തട്ടിയത്. 3000 രൂപ പണമായും ബാക്കി 3000 രൂപയ്ക്കുള്ള ലോട്ടറി ടിക്കറ്റും കൈക്കലാക്കിയ ഇയാൾ ഉടൻ സ്ഥലം വിട്ടു. ഈ ലോട്ടറികൾ രാമദാസ് മാറുന്നതിനായി ഏജൻസിയിൽ നൽകിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. 1,48,235 എന്ന യഥാർത്ഥ നമ്പർ തിരുത്തി 1,43,235 എന്നാക്കിയാണ് യുവാവ് തട്ടിപ്പ് നടത്തിയത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 2 മണി വരെ ദേശീയപാതയിലെ പൊടിയും വെയിലും ഏറ്റാണ് രാമദാസിന്റെ ലോട്ടറി വിൽപ്പന. വാടക വീട്ടിൽ കഴിയുന്ന രാമദാസിന് ഭാര്യയും 3 ആൺമക്കളുമാണ് ഉള്ളത്. ഇതിൽ ഒരു മകൻ കിഡ്നി തകരാർ മൂലം ചികിത്സയിലാണ്. ഓരോ ദിവസവും ജീവിതം തള്ളി നീക്കുവാൻ പാടുപെടുന്ന രാമദാസിനെ പണം നഷ്ടമായത് കടുത്ത സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത്. കബളിപ്പിക്കപ്പെട്ട കാര്യത്തിന് പരാതി നൽകുവാൻ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ രാമദാസിന്റെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ SI ജയനാണ് ലോട്ടറി എടുക്കുവാൻ ആവശ്യമായ പണം രാമദാസിന് നൽകിയത്. തന്നെ പറ്റിച്ച യുവാവിനെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് രാമദാസും ഒല്ലൂർ പോലീസും. സമീപത്തെ CCTV ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം നടത്തിവരികയാണ്. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് എന്റെ കേരളം പ്രദർശന വിപണനമേള തൃശൂരിൽ ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ അവറുകൾ തൃശൂർ തേക്കങ്കാട് മൈതാനം വിദ്യാർത്ഥി കോർണറിൽ ഉദ്ഘാടനം നിർവഹിച്ചു. മെയ് 18 മുതൽ 24 വരെ നടക്കുന്ന പ്രദർശനമേളയിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ വിപുലമായ സ്റ്റാൾ ഒരുങ്ങിയിരിക്കുന്നു. ചൂരൽമല ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ഭാഗത്തു കുടുങ്ങിയ 100 കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തിയ ടൈറോളിയൻ ട്രാവേഴ്സ് രക്ഷാ പ്രവർത്തനത്തിന്റെ മോഡലും ചൂരൽമല മിനിയേച്ചർ രൂപവും പാചകവാതക സിലിണ്ടർ ലീക്കായാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്ന രീതി, തൊണ്ടയിൽ ഭക്ഷണ സാധനങ്ങൾ കുടുങ്ങിയാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും വിശദമായ
ബോധവൽക്കരണ ക്ലാസും അത്യാധുനിക രക്ഷാപ്രവർത്തന ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഒന്നാം ദിനത്തിൽ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ, വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്റ്റാൾ സന്ദർശിച്ചു. കാപ്പ ചുമത്തി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കൊഴിക്കുളി സ്വദേശിയായ കേളങ്ങത്ത് വീട്ടിൽ ജിഷ്ണു എന്നയാളെയാണ് തൃശൂർ ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ അർജുൻ പാണ്ഡ്യൻ പുറപ്പെടുവിച്ച കാപ്പ ഉത്തരവ് പ്രകാരം മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2 കൊലപാതകങ്ങൾ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ ജിഷ്ണു 9ഓളം ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. ഒരു ക്രിമിനൽ കേസിൽ ജാമ്യം കിട്ടി ഇറങ്ങിയപ്പോഴാണ് കാപ്പ നിയമപ്രകാരം മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം ഒന്നിനു മുന്നിലും തല കുനിക്കില്ല എന്നതിന്റെ ദൃശ്യസാക്ഷാത്കാരമാണ് എന്റെ കേരളം പ്രദർശനമേളയെന്ന് മന്ത്രി കെ രാജൻ. കേരളത്തെ പുറകോട്ടടിക്കുവാനുള്ള ശ്രമങ്ങളെ എല്ലാവരും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സ്വീകരണം നൽകി. തെക്കുംകര പഞ്ചായത്ത് 5-6 വാർഡുകൾ മണലിത്തറ വായനശാലയിൽ ലഹരി വിമുക്ത ക്യാമ്പയിൻ നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.